പിണക്കമെല്ലാം കഴിഞ്ഞപ്പം ആ ഒരു കാര്യം സംസാരിച്ച് ക്ലിയർ ചെയ്യുകയാണ് അനുമോളും ആദിലയും നൂറയും ശൈത്യയും കൂടി. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ടിരുന്ന സമയത്ത്, നമ്മൾ തമാശയെ സംസാരിച്ച സമയത്ത് മൈക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് അവനോട് ക്രഷ് തോന്നി. നമ്മൾ വെറുതെ അവനിങ്ങനെ തമാശകൾ കാണിക്കുന്നത് കൊണ്ട് മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. അല്ലാതെ അവനൊരു ചെറിയ പയ്യനല്ലേ, ആർക്കെങ്കിലും ചെറിയൊരു പയ്യനോട് ക്രഷ് തോന്നുമോ? അവൻ കാണിച്ച തമാശയ്ക്കാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നീ അത് എന്താ പറഞ്ഞത്? അപ്പം ഉടനെ തന്നെ ശൈത്യ പറയുകയാണ്, അത് എനിക്ക് അന്നത്തെ ദേഷ്യം വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ്. അന്നൊരു ദിവസം തന്നെ ഇവൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ, നമ്മൾ ഇത്ര അടുത്ത് ചെന്നപ്പോൾ അവൻ പറയാം, എനിക്ക് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും അടുത്ത് ചെന്നതെന്ന്. അവൻ എന്തെല്ലാം ആക്കിയെടുത്തെന്ന് നിനക്കറിയാമോ? ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീയും കൂടെ പറഞ്ഞു. പിന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡിനകത്ത് പറയുക, ഇവൻ നിന്നുകൊണ്ട് പറയാം, ഞാൻ അവനെ കാലുകൊണ്ട് ചൊറിയുന്നു, ചെവിയുടെ അടുത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് രഹസ്യം പറയുന്നതാണൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ ലാലേട്ടൻ വന്ന എപ്പിസോഡിലും അവൻ പറഞ്ഞു. ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ എടുത്ത് ശൈത്യ പറയുകയാണ്, പിന്നെ അവൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ചെവിയുടെ അടുത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെച്ച് സംസാരിച്ചാൽ അത് ലവ് ട്രാക്കാണോ? അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ലവ് ട്രാക്ക് തോന്നുമല്ലോ എന്ന് ഞാനും പറഞ്ഞു. അനുമോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവനെ ഇങ്ങനെ സ്നേഹിക്കും? അന്നേരം ഉടനെ അത് നമ്മൾ തമാശയ്ക്ക് ചില സമയത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം അല്ലേ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലവ് ട്രാക്ക് വല്ലതും പിടിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കവിടെ ലവ് ട്രാക്കൊന്നുമില്ല, നല്ല ചെക്കന്മാർ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ എനിക്കറിയാം എൻ്റെ സങ്കല്പത്തിലുള്ള പയ്യൻ എങ്ങനെയുള്ളതാണെന്നുള്ളത്. പിന്നെ ഞാനിവിടെ ലവ് ട്രാക്ക് പിടിച്ചാലും ഞാൻ അയാളെ തന്നെ കല്യാണം കഴിക്കത്തുള്ളായിരുന്നു. എനിക്കൊരു പേളി ശ്രീനിഷ് ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കണ്ട അനുമോൾ പറയുന്നുണ്ട്, ചുമ്മാ ഒരു പ്രോഗ്രാമിന് വേണ്ടി ലവ് ട്രാക്ക് പിടിച്ചിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അനുമോൾ പറയുന്നു. നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, നല്ല ചെക്കന്മാരൊന്നും ഇല്ലല്ലോ, ഉള്ളത് ഇവൻ മാത്രമാണ്. അത് പാൽക്കുപ്പിന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ചേട്ടന്മാരാണെന്ന് നമുക്ക് പറ്റിയത് ആരുമില്ലെന്ന് നമ്മൾ പറയുകയും ചെയ്താണ് ഓൾറെഡി. എനിക്ക് എൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങ് പറഞ്ഞതാണ് ക്രഷെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം അറിയാം. ഞാൻ അതല്ലാതെ വേറെ ഒന്നും നിന്നെ മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നും ഇന്നലെയായിട്ട് ഞാൻ നിന്നെപ്പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ശൈത്യം സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അനുമോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് കാണും. കാരണം ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ പറയും, നീ എന്നെ മനസ്സിലാക്കുന്നില്ല, അതാണ് കാരണം. ഇപ്പം നീ അന്ന് വന്നിട്ട് ഇവിടെ കിടന്ന് എന്തെല്ലാം ദേഷ്യം എൻ്റെ അടുത്ത് കാണിച്ചു. ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? എൻ്റെ സ്വഭാവമല്ല ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. നീ എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു പിണക്കം ഉണ്ടാകുന്ന സമയത്ത് വിളിച്ച് ഞാൻ പറയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ആ സമയം നീ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞ് അവിടെ നിന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയാൻ വന്നോ? അനുമോൾ ശൈത്യയോട് ചോദിക്കുന്നുണ്ട്.